കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി. സ്ഥലം MLA മാത്രമല്ല KPCC വരെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന അവസ്ഥ. ഈ വിഷയം അറിഞ്ഞിട്ട് കൈമലർത്തി കോൺഗ്രസ് പാർട്ടി എന്ന് വ്യക്തമായ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം. കോൺഗ്രസിന് ധാർമ്മിക രോഷമില്ലേ? പ്രതിഷേധിക്കണ്ടേ? ഈ രണ്ട് ആത്മഹത്യകൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരായവരെ കുറിച്ച് അന്വേഷിക്കണ്ടേ കോൺഗ്രസിന് ഇപ്പോൾ? അല്ല, നോക്കൂ അപർണ, ഞങ്ങളെ നിങ്ങൾ ഈ PP ദിവ്യയുടെ കേസിലൊന്നും കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. കാര്യം ദിവ്യയെ പോലെ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയിട്ടില്ല. അദ്ദേഹം ഇന്ദിരാഭവനിന്റെ അടുക്കള പുറത്ത് ഒളിവിൽ ഇരിക്കുകയുമല്ല. ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടു, ന്യൂസ് 18 അടക്കം ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി പറയുന്നു, കോൺഗ്രസും IC ബാലകൃഷ്ണനും കോൺഗ്രസ് പാർട്ടിയും ജില്ലയിലെയും സംസ്ഥാനത്തെയും പാർട്ടിയും ഒന്നടങ്കം ഞങ്ങൾ പറയുന്നു, ഈ രണ്ട് ആത്മഹത്യയിലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾ സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ്. ഞങ്ങൾക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല. എന്നാൽ കൂടി ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടേതായിട്ടുള്ള നിലയിൽ അന്വേഷണം നടത്തും. പക്ഷേ ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അതിന് സാധിക്കുന്നതിന്റെ അങ്ങേയറ്റത്ത് ഇനി CBI കൊണ്ട് അന്വേഷിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അന്വേഷിപ്പിച്ച് ഇതിലെ വസ്തുതകൾ വെളിയിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ദിവ്യയെ പോലെ ഒളിവിൽ പോവാതെ നാളെ രാവിലെ വയനാട് SP-ക്ക് IC ബാലകൃഷ്ണൻ വളരെ കൃത്യമായി പരാതി കൊടുക്കാൻ പോകുന്നത്. തനിക്കെതിരെ ഉണ്ടായ ആരോപണത്തിൽ ഇത്തരം കഴമ്പില്ലാത്ത ആരോപണങ്ങളിൽ അന്വേഷണം വേണം. നോക്കൂ, 2019 അവിടുത്തെ DCC ഭാരവാഹി RP ശിവദാസന്റെ പേരിൽ ഇങ്ങനൊരു കത്ത് പുറത്തു വന്നു എന്ന് പറഞ്ഞ് അന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. ന്യൂസ് 18 കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള വാർത്താ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്ന് RP ശിവദാസൻ വയനാട് ജില്ലാ പ്രസ് ക്ലബ് യോഗത്തിൽ തന്നെ വന്നു പറഞ്ഞു, എന്റെ പേരിൽ അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല, ഇത് വ്യാജ വാർത്തയാണ്. അതിനുശേഷം സക്കറിയ മണ്ണിൽ, ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ്, സക്കറിയ മണ്ണിലിന്റെ പേരിൽ എന്തുണ്ടായി? ഒരു ആരോപണം വന്നു, ഇതാ ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കുന്നു, സക്കറിയ മണ്ണിൽ AICCക്ക് ലെറ്റർ കൊടുത്തിരിക്കുന്നു. അദ്ദേഹവും ആ കത്തിനെ തള്ളിക്കളഞ്ഞു വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന്. അത്തരത്തിലൊരു കത്താണോ ഇത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും നിലവിൽ അങ്ങനെ ഒരു കത്തുള്ളതായി ഞങ്ങളുടെ പരിചയത്തിൽ ഒരിടത്തുമില്ല. നോക്കൂ, ഇവിടെ അഴിമതി ആരോപിക്കുന്നത് അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. അവിടെ അഴിമതി നടന്നില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, കോൺഗ്രസ് പറയുന്നില്ല. അവിടെ അഴിമതി വന്നു, അഴിമതി ആരോപണം ഉണ്ടായി. ആ അഴിമതി ആരോപണം DCC യോഗത്തിൽ വിവിധ ആൾക്കാർ ഉന്നയിച്ചു. ഈ മരണപ്പെട്ട വിജയേട്ടനോ അദ്ദേഹത്തിന്റെ മകനോ അല്ല, മറ്റു പലരും വയനാട് DCC യോഗത്തിൽ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോ 2019 ഇങ്ങനെ ഒരു ആരോപണം ചർച്ച ചെയ്യപ്പെട്ടു. അത് KPCCക്ക് വിട്ടു. KPCCക്ക് വിട്ടിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി KE വിനയൻ, രാജശേഖരൻ DCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു തോമസ്, DCCയുടെ ജനറൽ സെക്രട്ടറി അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയെ അന്വേഷണ കമ്മീഷനായി KPCC നിയോഗിച്ചു. അങ്ങനെ KPCC നിയോഗിക്കുക മാത്രമല്ല ചെയ്തത് അപർണ, ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അതിൽ അഴിമതി കണ്ടെത്തി. അങ്ങനെ അഴിമതി കണ്ടെത്തിയ ഞങ്ങൾ ആ ബാങ്കിന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ സണ്ണിയെ എന്തു ചെയ്തു? സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. ആ സണ്ണിയെ മാത്രമല്ല ഞങ്ങൾ മാറ്റി നിർത്തിയത്, ഗോപിനാഥൻ മാസ്റ്ററെ ഞങ്ങൾ മാറ്റി നിർത്തി. അങ്ങനെ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയ 3ഓളം പേരെ ഞങ്ങൾ മാറ്റി നിർത്തി. ഈ മാറ്റി നിർത്തിയ മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ ഇന്നെവിടെയാണെന്ന് നോക്കിയാൽ അറിയാം. CPM-ന്റെ ഈ കാര്യത്തിലെ ജിജ്ഞാസ എന്തുകൊണ്ടാണ് എന്ന് ഈ പറയുന്ന ഡോക്ടർ സണ്ണി ഉണ്ടല്ലോ, ഈ ഡോക്ടർ സണ്ണി ഇന്ന് CPM-ന്റെ സന്തത സഹചാരിയാണ്. അവർക്ക് വേണ്ടി പിന്നീട്, അതായത് 13 അംഗ ബാങ്ക് കമ്മിറ്റിയിൽ ഒരാൾ പോലും അഴിമതി ആരോപണം ഉണ്ടായത് കൊണ്ട് ഒരാൾ പോലും അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും മത്സരിക്കേണ്ട എന്ന കോൺഗ്രസ് തീരുമാനമെടുത്ത് മാറ്റി നിർത്തുമ്പോൾ എന്ത് ചെയ്തു? MS വിശ്വനാഥൻ അടക്കമുള്ള ഡോക്ടർ സണ്ണി അടക്കമുള്ള ഞങ്ങൾ പുറത്താക്കിയവരെ വെച്ച് ഇവരൊരു പാനൽ ഉണ്ടാക്കി. ആര്? CPM ഒരു പാനൽ ഉണ്ടാക്കി, അവിടെ മത്സരിച്ചു. അഴിമതിക്കാരെ പുറത്താക്കി ഞങ്ങൾ അഴിമതിക്കാർ മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പുതുമുഖങ്ങളെ അവതരിപ്പിച്ചപ്പോ ഞങ്ങളുടെ അടക്കുണ്ടായിരുന്ന ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് കണ്ടെത്തി ഞങ്ങൾ നടപടിയെടുത്തവരെ ഇവരെന്ത് ചെയ്തു? ഇവർ ഓമനിച്ച് ലാളിച്ച് അവിടെ മത്സരിപ്പിച്ചു. ഇനി MS വിശ്വനാഥൻ ആരാണ് എന്നുകൂടി പറഞ്ഞിട്ട് എന്റെ ആദ്യഘട്ടം അവസാനിപ്പിക്കാം. ഈ MS വിശ്വനാഥൻ ഞങ്ങളുടെ KPCCയുടെ അന്വേഷണ കമ്മീഷൻ, ഇപ്പൊ അവരുടെ ചോദിച്ചില്ലേ ഞങ്ങൾക്ക് ധാർമ്മിക രോക്ഷമില്ലേ എന്ന്, ആ ധാർമ്മികതയുടെ പുറത്ത് ഞങ്ങൾ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ഞങ്ങളുടെ പാർട്ടിയുടെ സകല മെമ്പർഷിപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയ MS വിശ്വനാഥൻ, ആ വിശ്വനാഥൻ ഞങ്ങളുടെ പാർട്ടി പുറത്താക്കിയതിന്റെ 1 മാസം കഴിഞ്ഞപ്പോ CPM-ൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തു. CPM-ൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തു എന്ന് മാത്രമല്ല, ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 2021 2019 അവസാനം ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നു. 2021 IC ബാലകൃഷ്ണനെതിരെ CPM-ന്റെ കാൻഡിഡേറ്റായി മത്സരിച്ചു. CPM-ന്റെ കാൻഡിഡേറ്റായി, അതായത് ഈ അർബൻ ബാങ്കിൽ മുഴുവൻ അഴിമതിയാണ് എന്നാണ് CPM-ന്റെ നിലപാടെങ്കിൽ ആ അഴിമതി നടത്തിയവരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്താക്കിയവരെ നിങ്ങൾ പിടിച്ച് ചേർത്ത് നിർത്തി മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല,
CPM-ന്റെ എല്ലാ മെമ്പർഷിപ്പ് തത്വങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് 1 മാസത്തിൽ മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ MLA കാൻഡിഡേറ്റ് ആയി അവതരിപ്പിച്ചു, CPM അവതരിപ്പിച്ചു, മത്സരിപ്പിച്ചു. അപ്പൊ ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. ഈ അഴിമതിക്കാരെ ഇവർക്ക് MLA ആക്കാം, CPM-ലേക്ക് കൊണ്ടുവരാം. ഇത് BJP-യുടെ കേന്ദ്രത്തിലെ നയമാണ് CPM ഇവിടെ പറയുന്നത്. അതായത് നമുക്കൊപ്പം ചേർന്നാൽ കൊള്ളാം, സൂപ്പർ, അടിപൊളി. പക്ഷെ അപ്പുറത്ത് നിന്ന പ്രശ്നമാണ്. ഈ അഴിമതിക്കാരോട് BJP വൈറ്റ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് പോലെ അതിന്റെ ഒരു മിനിയേച്ചർ AKG സെന്ററിൽ ഇവർ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിശ്വനാഥൻ അടക്കമുള്ള അഴിമതിക്കാർ AKG സെന്ററിൽ ചെല്ലുന്നു, അവർ വിശുദ്ധരായി മാറുന്നു. ഇവിടെ ബാക്കി എല്ലാവരും എന്താണ്, കുറ്റവാളികളാണല്ലോ. ഞങ്ങൾക്ക് സ്വാഭാവികമായും വിജയേട്ടന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2019 ശേഷം KPCC-യോ DCC-യോ നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനും മൊഴി കൊടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു ആരോപണവുമായി വന്നിട്ടില്ല. DCC-യുടെ മിനിറ്റ്സ് ബുക്ക് ഇന്ന് ഞാൻ വയനാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയുണ്ടായി. ഒരിടത്ത് പോലും അദ്ദേഹം ഒരു ആരോപണം DCC യോഗങ്ങളിൽ ഉന്നയിച്ചതായി കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. അത് രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും സാമ്പത്തിക മുതലെടുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും രണ്ട് ചോദ്യം. വിജയന്റെയും മകന്റെയും മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ അതാണ് അവസാനം കംപ്ലീറ്റ് ചെയ്തത്. വിജയേട്ടന്റെ മരണത്തിൽ കാരണമായത് കുടുംബ പ്രശ്നമാണെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും രാഷ്ട്രീയ പ്രശ്നമാണെങ്കിലും അതിൻ്റെ അകത്ത് കൃത്യമായ അന്വേഷണം വേണം. അതിന് ഈ രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അന്വേഷണ ഏജൻസിയെ വെച്ച് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം. അത് CBI എങ്കിൽ CBI എന്നുള്ളതാണ്. KPCC-ക്ക് അയച്ച കത്ത് വ്യാജമാണ്, പുറത്തു വന്നതായി പറയുന്ന കത്ത് വ്യാജമാണെന്ന് കോൺഗ്രസ് കരുതുന്നു. റിട്ടയർഡ് അധ്യാപകനായുള്ള പീറ്ററുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി രേഖ, IC ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ ഉടമ്പടി രേഖ, അതും വ്യാജമാണെന്ന് കോൺഗ്രസ് കരുതുന്നു. ആണോ? അല്ല, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നേ. ഈ പീറ്റർ ഇത് ഓൺ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾ മാധ്യമങ്ങളോട് പീറ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ അറിയാമല്ലോ. ഈ ചർച്ചയിൽ ഈ പാനലിലുള്ള എന്റെ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് അനിൽകുമാർ അടക്കം അഡ്വക്കേറ്റ് ആണല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അനിൽകുമാറിന്റെ പേരിൽ എനിക്കും അപർണയ്ക്കും ഒരു എഗ്രിമെന്റ് ഏർപ്പെടാം. അനിൽകുമാർ അതിൽ ബാധ്യസ്ഥനാവുമോ? ഏറ്റവും കുറഞ്ഞ പക്ഷം അനിൽകുമാർ പണം എനിക്ക് നൽകുന്നെങ്കിൽ അപർണയെ വിളിച്ച് ചോദിക്കണം, അപർണ ഞാൻ ഇതുപോലെ അങ്ങയുടെ പേരിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ട് പണം നൽകുകയാണ്, അങ്ങ് അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിച്ചിട്ടില്ല. IC ബാലകൃഷ്ണനുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കട്ടെ, അദ്ദേഹമായിട്ടുള്ള കത്തിടപാടുകൾ, അദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷൻ എല്ലാം പരിശോധിക്കട്ടെ. ഈ പീറ്റർ IC ബാലകൃഷ്ണനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ കത്തും ഈ പറയുന്ന എഗ്രിമെന്റും എല്ലാം ഫോർജ്ഡ് ആണ്. ഞാൻ തിരികെ എത്താം. CPM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ,